വേണ്ടി നമ്മൾ കരയാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ അറിയാൻ നമ്മൾ അവരുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ ആ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാം. ഇപ്പോഴത്തെ ജനറേഷനിൽ ഈ മിഷ ആൾക്കാരെടുത്താൽ അതിൽ തീർച്ചയായിട്ടും മിഷ ഇടും എന്നുള്ളതാണ്. കാരണം ഇപ്പം ഇറങ്ങിയ പടങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒന്നിനൊരു മിച്ചമായിരുന്നു. അതിനപേക്ഷിച്ച് ഇത് വളരെ ബെറ്റർ, ഒരുപാട് ആക്ടിങ് അതിപ്പോൾ ഇപ്പോൾ അവരുടെ ഇതല്ലേ നമ്മുടെ എഗ്രിമെൻ്റൊക്കെ ഉണ്ടല്ലോ, ഒരു വർഷം എഗ്രിമെൻ്റ് കഴിഞ്ഞിട്ടൊക്കെ അല്ലേ ഒരിടത്തുള്ളൂ അല്ലേ, ആ ചാനലിൽ അങ്ങനെ ഉണ്ടല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും. പുതിയ സീസൺ തുടങ്ങി കഴിഞ്ഞിട്ടുള്ള ഓഡിയൻസിന്റെ ഒക്കെ ഒരു റിയാക്ഷൻ ഇത് കണ്ടറിയാം, ട്രെൻഡിങ് ഒന്നല്ലേ അല്ലേ, നല്ല റിയാക്ഷനാണ്. പിന്നെ അവരുടെ സജഷൻസ് ഒരുപാടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ കൊണ്ടുവരണം, അവർ തന്നെ കഥ നിശ്ചയിക്കുന്നു. അങ്ങനെയൊക്കെ ആയപ്പോൾ അപ്പോൾ ജനപങ്കാളിത്തത്തിൽ അങ്ങനത്തെ ടോപ്പ് എത്തി. അപ്പം അങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് തന്നെയാണ് ഇപ്പോൾ ഓരോ എപ്പിസോഡ്സ് ചെയ്യുന്നത്. ജനങ്ങൾ ഇഷ്ടപ്പെട്ട ബ്രേക്കിന് ശേഷം ആ ഒരു ഫാമിലി വീണ്ടും ഒന്നിച്ചപ്പോൾ അതെങ്ങനെയുണ്ട്? ബ്രേക്കെന്ന് 3 മാസമല്ലേ ഉള്ളൂ. ഈ 3 മാസം ഞങ്ങൾ ബ്രേക്ക് ആവുന്നില്ല, റേറ്റർ കാശ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഒരിക്കലും നമ്മുടെ ആൾക്കാരുടെ നമ്മൾ ബ്രേക്ക് ആവുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടല്ലോ, എല്ലാവരും നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്കുള്ള അത് അങ്ങനെയുണ്ട്. 2 വർഷമല്ലല്ലോ, 1 വർഷം ഇങ്ങനെ കഴിയില്ല. എല്ലാ മാസവും ഏകദേശം ഒരു 10-20 ദിവസത്തോളം ഷൂട്ട് കാണും. അങ്ങനെ 3 വർഷം കഴിയില്ല. സന്തോഷം, എല്ലാവരും സന്തോഷം. ഓക്കെ, പ്രേക്ഷകരോട് തീർച്ചയായിട്ടും കാണണം. കാരണം നല്ല സിനിമ കുടുംബത്തോടെ കാണാൻ കണ്ടു നോക്കും. ഇതൊക്കെ പറയാം, എനിക്ക് മൊത്തം മാർക്കറ്റിംഗ് ഭാഗമായിട്ട് പറയാനുള്ളതില്ല. കാണേണ്ട സിനിമയാണ്. കാരണം നമ്മൾ പറയും നല്ല സിനിമ ഇറങ്ങുന്നില്ല, നല്ല സിനിമ വരുന്നില്ല. ഏതാണ് നല്ല സിനിമ എന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷനാണ് ആൾക്കാർക്ക്. ഇത് എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട സിനിമയാണ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ കാണുക, ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഓക്കെ, താങ്ക് യു.